ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ഞാൻ ഇന്ന് മീനിനുള്ള തേങ്ങയും തേങ്ങ വറുക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലിട്ട് ചേർത്തിട്ടുള്ളത് നമ്മുടെ കറിവേപ്പില, കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ പച്ച കുരുമുളകും, പിന്നെ എണ്ണയിലിട്ട് അതിങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ ഒരുവിധം കളർ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പൊടികൾ ആഡ് ചെയ്യാം. ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. അപ്പോൾ അതൊരു 2.5 ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇതില് പെരിഞ്ജീരകവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. അപ്പൊ ഇത് നമുക്ക് തണുത്തതിന് ശേഷമാണ് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. അപ്പൊ മീനിനുള്ള അരപ്പൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് എടുത്തോണ്ടിരുന്ന സമയത്ത് എന്റെ കൈ തട്ടി ക്യാമറ തറയിൽ പോയതാണ്. അപ്പൊ പാത്രത്തിലോട്ട് നമ്മുടെ തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക, കറിവേപ്പില, പിന്നെ അരച്ചു വെച്ച അരപ്പും ചേർത്ത്, പിന്നെ അല്പം ഉപ്പും ചേർത്ത് നമ്മൾ അടുപ്പിലോട്ട് അങ്ങ് വെക്കണം. അപ്പൊ ഇതിപ്പോ ഞാൻ മുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മണമുള്ള മുളകില്ലേ, നമ്മുടെ ഉണ്ട മുളക്, അതാണ് ചേർത്തത്. അപ്പൊ അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ കലക്കി വെച്ചിട്ടുള്ള അരപ്പ്, മീനിന് വേണ്ടിയുള്ള അരപ്പ് അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പൊ അത് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ മീൻ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയ കുഞ്ഞു ചാള മീനാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റുള്ള കുഞ്ഞു ചാളയാണ്. അപ്പൊ അതൊക്കെ ഇട്ട് മീൻ അരപ്പിട്ടു. പിന്നെ അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണമായിരുന്നു. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പൊ ഉടച്ചെടുത്തതിന് ശേഷം കാണാം. ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചാണ് നമ്മുടെ മരിച്ച ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. കണ്ടല്ലോ, ഞാൻ നന്നായിട്ട് ഉടച്ച് ഇട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നല്ല വെന്ത മരിച്ചിനിയായിരുന്നു. അപ്പൊ മരിച്ചിനി അപ്പൊ റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈക്ക് വേണ്ടിയുള്ളതാണ്. കുഞ്ഞു മീനാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഫ്രൈ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് മീൻ കിട്ടിയാലും കുറേശ്ശെ പൊരിക്കാറുണ്ട്. അപ്പൊ ലേശം മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ ഇപ്പോ എരിവും കളറും ഉള്ളത് കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. പെരിഞ്ജീരകപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ ഉപ്പും കൂടിയിട്ട് ഞാൻ അതിങ്ങ് കൈകൊണ്ട് തന്നെയാണ് ഞാനതങ്ങ് മിക്സ് ചെയ്ത് ചെയ്യുന്നത്. മീനിലൊക്കെ ഞാനിങ്ങനെ മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വിടാം. അപ്പൊ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്.